മണ്ണ് മനുഷ്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുക്കളിലൊന്നാണ്. എല്ലാത്തിനും പ്രാധാന്യമുണ്ടെങ്കിലും മണ്ണിൻ്റെ പ്രാധാന്യത്തെ നാം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം മണ്ണില്ലായിരുന്നെങ്കിൽ മനുഷ്യജീവൻ അസാധ്യമാകുമായിരുന്നു ഭൂമിയിൽ എന്നതാണ് ഒരു പ്രധാന സത്യം. നിങ്ങളെ നാം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, മണ്ണിലേക്ക് തന്നെ മടക്കുന്നു എന്ന് പറയുന്ന സൃഷ്ടിയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പരമമായ വാചകമുണ്ട്. വളരെ ചരിത്രപരമെന്നോ സംഭവബഹുലമെന്നോ അല്ലെങ്കിൽ അതിനേക്കാളും മികച്ചതെന്നോ ഒക്കെയോ കരുതുന്ന ഒരു വലിയ സൃഷ്ടിയായി സ്വയം വിശ്വസിക്കുന്ന മനുഷ്യൻ അവസാനം ഈ മണ്ണിലേക്കാണ് മടങ്ങുന്നത് എന്ന് മാത്രമല്ല, നാം ഈ മണ്ണിന് മുകളിലൂടെ എത്രമേൽ അഹങ്കാരത്തോടെയും എത്രമേൽ ഗർവോടെയും എത്രമേൽ സൂക്ഷ്മതയോടെയും അല്ലെങ്കിൽ എത്രമേൽ വഴിവിട്ടുമൊക്കെ നടന്നുപോയോ, അതേ മണ്ണ് നമ്മുടെ നെഞ്ചിന് മുകളിലായി, കണ്ണിന് മുകളിലായി അങ്ങനെ നിൽക്കുന്നൊരു കാലം എല്ലാ മനുഷ്യർക്കുമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഏത് മതത്തിലും ഈ പറഞ്ഞ മണ്ണിലാണ് അവസാനം മടക്കപ്പെടുന്ന അല്ലെങ്കിൽ അന്തിയുറക്കത്തിൻ്റെ അവസാനമെത്ത അവസാന കിടപ്പറ എന്ന് പറയുന്നത് മണ്ണാണ് എന്നതൊരു സത്യമാണ്. മനുഷ്യജീവിതത്തിൻ്റെ ഭക്ഷണമാകട്ടെ, അവൻ ജീവിക്കുന്ന വീടിൻ്റെ ആ ഭൗതികമായ അടിത്തറയാകട്ടെ, ബാക്കി എന്തുമാകട്ടെ, അവിടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ വാസസ്ഥലത്തിൻ്റെ ഇരിപ്പിടവും അവൻ്റെ മടക്കയാത്രയുടെ അല്ലെങ്കിൽ ഒടുക്കത്തെ യാത്രയുടെ അവസാന ഇടവും ഇതേ മണ്ണ് തന്നെയാണ്. ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് നമ്മുടെ പൂർവികരുടെ ഒക്കെ ഓർമ്മകളും സ്വപ്നങ്ങളും ചിന്തകളും സംഭാവനകളും എല്ലാമെല്ലാം. ഈ മണ്ണിനു വേണ്ടി വഴക്കിടുന്ന ഒരുപാട് പേരെ നാം കണ്ടിട്ടുണ്ട്. മണ്ണിനു വേണ്ടി തമ്മിൽ കുത്തി മരിച്ചവരുണ്ട്. മണ്ണിനു വേണ്ടി മുറിക്കാനാവാത്ത ബന്ധങ്ങളെ മുറിച്ചവരുണ്ട്. മണ്ണിനു വേണ്ടി ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് മുന്നിലും പിന്നിലുമൊക്കെയായി വന്നവർ ഈ മണ്ണിലേക്ക് തന്നെ പരസ്പരം മിണ്ടാതെ മടങ്ങിപ്പോയവരുണ്ട്. മനുഷ്യൻ്റെ അവസാനത്തെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിന് ഒടുവിൽ ആ പിടിമണ്ണ് അവൻ്റെ പിരടിക്ക് വെക്കുന്നത് വരെ തുടരും എന്ന് പറയുന്ന വാചകങ്ങളും നാം കേട്ടിട്ടുള്ളതാണ്. ഇത്രമേൽ പ്രിയമുള്ള മണ്ണിൻ്റെ ഓർമ്മകളായി ദേ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണ്ണിനുമേൽ നടത്തുന്ന വന്യമായ വികാരതീഷ്ണമായ ഒരു രംഗത്തിൻ്റെ ദൃശ്യം കാണാം. لا تبعين البلدية ولا غيره، كله طلبنا منهم يجيبوا بطولات كبيرة محدش فيهم جبنا ولم عظم مرتي بالطريقة هذه. حتى هاي عظم بنت صغيرة كان عمرها 3 أيام في بطن أمها بعد 9 أشهر ما اكتملوا بسبب عدم المستشفيات. هاي عظم اللوحة تحت الكتف، عظم طفلة عمرها أيام. هاي عظم المرأة والولاد. هذا هاي كمان عظم. ഗസയിൽ നിന്നുള്ള കാഴ്ചയാണ്. തൻ്റെ ഭാര്യയും കുഞ്ഞും ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്നു എന്ന് വിശ്വസിക്കുന്ന ആ മനുഷ്യൻ ഒരരിപ്പ കൊണ്ട് ആ മണ്ണിനെ അരിച്ചെടുക്കുകയാണ്. ആ മണ്ണിനെ അരിച്ചെടുക്കുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ വലിയ കല്ലുകളാണ് വരുന്നതെങ്കിൽ ഗസയുടെ മണ്ണിൽ നിന്ന് വരുന്നത് അസ്ഥികഷ്ണങ്ങളാണ്. ഇതോരോന്നും പെറുക്കി ആ മനുഷ്യൻ ഒരു പാത്രത്തിൽ വെക്കുകയാണ്. ഇതെൻ്റെ കുഞ്ഞിൻ്റെ അസ്ഥിയാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം വെക്കുന്നത്. ഗർഭിണിയായിരുന്ന തൻ്റെ ഭാര്യ ഇതുപോലൊരു മണ്ണിലേക്കാണ് ആ ബോംബാക്രമണത്തിൽ തൻ്റെ വീട് നിന്നെടുത്ത് മൂടിപ്പോയതെന്നും ആ മൂടിപ്പോയ മണ്ണിൽ തൻ്റെ കരളിൻ്റെ കഷ്ണമായ തൻ്റെ ജീവിതത്തിൻ്റെ വലിയ സൗഭാഗ്യങ്ങളിലൊന്നായ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ഒക്കെ അസ്ഥികൂടങ്ങളുണ്ടെന്നും അത് പറക്കിയെടുത്ത് സൂക്ഷിക്കുന്നതിൻ്റെ ആ വികാരപരമായ, ഒരുപക്ഷെ നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ ഭ്രാന്തമായ എന്നൊക്കെ പറയാവുന്ന വികാരത്തോടെ അത് പറക്കിയെടുക്കുന്നൊരു മനുഷ്യൻ. ഇത് കേവലം ഗസയിലെ ഒരു മനുഷ്യൻ്റെ മാത്രം കഥയല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപാട് മനുഷ്യർക്ക് അവരുടെ എല്ലാവരെയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ അസ്ഥികൂടങ്ങളൊക്കെ ആ മണ്ണിൽ തന്നെയുണ്ട്. ഒന്നും കബറടക്കാൻ പോലും കഴിയാത്തവണ്ണം ഛിന്ന ഭിന്നമായാണ് ആ മണ്ണിലലിഞ്ഞത്. ആ മണ്ണ് അരിച്ചു പറക്കിയാൽ ഇതുപോലെ ഒരുപാട് മനുഷ്യരുടെ അസ്ഥികൂടം കാണാം. അത്തരത്തിൽ ഒരു മനുഷ്യൻ വളരെ കൗതുകപൂർവ്വം ഇരുന്ന് മണ്ണരിക്കുന്നത് കണ്ട് അടുത്തേക്ക് ചെന്ന് ഒരു മാധ്യമപ്രവർത്തകൻ റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളാണ്
അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. വേലി കെട്ടുമ്പോൾ, കല്ലിടുമ്പോൾ, അതിർത്തിക്കല്ലിലൊക്കെ മണ്ണ് തോണ്ടുന്നവർ, മണ്ണ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർ, ചുരണ്ടുന്നവർ എന്നൊക്കെ പറയുന്നവരെ നമ്മൾ കാണാറുണ്ട്. ഇതല്ല. ആ മണ്ണിൽ സ്വന്തം രക്തത്തിൻ്റെ അസ്ഥികൂടം പറക്കിയെടുക്കുന്ന മനുഷ്യൻ. അത് കാണുന്നതും ജീവിച്ചിരിക്കുന്ന നമ്മുടെ കണ്ണുകൾക്ക് ഹൃദയം പൊളിക്കുന്ന ഒരു കാഴ്ചയായി കാണാം. അതുകൊണ്ടാണ് ഇത് പങ്കുവച്ചത്.